MLA ചേർന്നു. MLA എന്താണ് നിലവിൽ ഇപ്പോൾ പോലീസിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം? പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ. എനിക്ക് ഒന്ന് പിന്നെ റൂറൽ SP അടക്കമുള്ള ആൾക്കാർ വരുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ ചോദ്യം ചെയ്യലിൽ നിന്ന് ഇപ്പോൾ ഏകദേശം പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, അത് തന്നെ ആ ഒരു നിലയിലേക്കാണ് നമ്മളെല്ലാവരും സംശയിക്കുന്നത്. പിന്നെ അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷണം നടക്കുന്ന സമയത്ത് കടബാധ്യതയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു? കടബാധ്യത ഉണ്ടെന്ന് ഇപ്പോൾ എല്ലാവരും പറയുന്നു. 50 ലക്ഷത്തിന് മുകളിലൊക്കെ എന്ന് പറയുന്നു. പക്ഷെ ഇതിനെന്താണ് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഗുണം? തൊട്ടടുത്തൊരു കയറൊക്കെ കെട്ടിയിട്ടുണ്ട് ഈ ഷെഡിൽ. അങ്ങനെ ഒരു ആത്മഹത്യയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ നാട്ടുകാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ? ഞാൻ അതിന് അറിയുന്നില്ല. പക്ഷെ ഒരു തീ കത്തിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ തീ കത്തിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറേ സാധനങ്ങൾ നശിച്ചുപോയിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് ഇവരെല്ലാവരും ഉണർന്നിരിക്കുന്ന സമയത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരുടെ ഭർത്താവുമായിട്ട് അത്ര നല്ല ഒരു ചർച്ചയിലായിരുന്നില്ല ചില സമയങ്ങളിൽ. ഇല്ല, ഇന്ന് ഈ ചടങ്ങിനാണ് അദ്ദേഹം ഇന്നലെ ഇവിടെ എത്തിയിട്ടുള്ളത്. അവർ സ്ഥിരമായി ഇവിടെ ഇല്ല, ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. നേരത്തെ എന്തെങ്കിലും ഇവരുമായിട്ട് ബന്ധപ്പെട്ട് പരാതി എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ലഭിച്ചിരുന്നോ? ഈ കുറേ ആളുകൾക്ക് പണം കൊടുക്കാനുണ്ടെന്നൊക്കെയാണ്. അത് അറിഞ്ഞിരുന്നില്ല. നമ്മൾ അറിഞ്ഞിരുന്നില്ല. എന്താണ് ഇപ്പോൾ നാട്ടുകാർ MLA അന്വേഷിച്ചപ്പോൾ എന്താണ് പറയുന്നത്? അല്ല, ഇത് നമ്മളെല്ലാം മനസ്സിൽ കരുതുന്ന പോലുള്ളൊരു സംഭവം തന്നെയാണ്. അതിനകത്ത് വേറെ എന്തായാലും സ്വാഭാവികമായി നടന്നൊരു കാര്യമല്ല. ആരെങ്കിലും ചെയ്തതായിട്ടിരിക്കും എന്നുള്ളതാണ്. കൊലപാതകം എന്നുള്ള നിലയിലേക്കൊന്നും ഞാൻ പറയുന്നില്ല. ഒരു അന്വേഷണം നടക്കുന്ന ഒരു സമയത്ത് അതിനെക്കുറിച്ചൊരു നമ്മളുടെ അല്ല, അവരിൽ നിന്ന് നമുക്കെല്ലാം വളരെ ദുരൂഹമായ സംശയങ്ങളുണ്ട്. അത് ആരൊക്കെ എന്നുള്ളതിനെ കുറിച്ച് പലർക്കും പല വെർഷനാണ്. ഞാനൊരു 6:45-7 മണിയോട് ഞാൻ പോലീസിനോട് സംസാരിച്ചില്ല. കാരണം പോലീസുകാർ ആ സമയത്ത് തെരച്ചിൽ നടത്തുന്ന ഒരു ശ്രമത്തിലാണ്. ഞാൻ വീട്ടുകാരോട് സംസാരിച്ചു. അജിംഷാദ്, എന്തായാലും റൂറൽ SP തന്നെ നേരിട്ട് എത്തിയാണ് നിലവിൽ ഇവരെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് MLA തന്നെ വ്യക്തമാക്കിയത്. ഇവരൊക്കെ ജനപ്രതിനിധികളൊക്കെ പോലീസുമായി ബന്ധപ്പെടുന്നുണ്ട്. എന്തായാലും ഉടൻ തന്നെ ഇക്കാര്യത്തിലുള്ളൊരു സ്ഥിതി എന്നുള്ളതാണ് അവർ പറയുന്നത്. അമ്മ പറയുന്ന ഒരു നിഴൽ ഇങ്ങനെ മാറുന്നതായിട്ട് കണ്ടു എന്നും പറയുന്നു. ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് നാട്ടുകാരൊക്കെ അല്ല, അത് ഇപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ വരുന്നത്. ഇപ്പോഴാണ് അവിടെ ഉണ്ടെന്ന് ഇപ്പോൾ പറയുന്നു. രാവിലെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ രണ്ടുപേരോട് സംസാരിച്ചപ്പോഴും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇവിടെ തീ കത്തി എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് സംശയങ്ങൾ വരാൻ തുടങ്ങിയത്. ഈ വാർത്ത ആദ്യം കേട്ടപ്പോൾ ഇങ്ങനെ ഒരു 2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കാണാനില്ലെന്ന് വെച്ചപ്പോൾ ഞാൻ ആരെങ്കിലും ഉറങ്ങി കിടന്നപ്പോൾ എടുത്തുകൊണ്ട് പോയതാണോ അങ്ങനെയെല്ലാം ഞാൻ കരുതിയത്. പക്ഷേ ഇവിടെ വന്ന് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഇതിനകത്തുള്ള ശ്രീധുവിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ശ്രീധുവിന്റെ ജോലി, ഈ അമ്മയുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും അന്വേഷിച്ചിരുന്നോ? ഇല്ല. ഇങ്ങനെ ഒരു സാമ്പത്തിക പ്രയാസം ഉണ്ടാകാനുള്ള കാരണത്തിലേക്ക് പോയത് എങ്ങനെയാണെന്നുള്ളത് അതൊന്നും അറിയില്ല. സാമ്പത്തിക പ്രയാസം ഉണ്ടെന്നുള്ളത് എന്ന് തന്നെയാണോ? ഞാൻ ഈ വീട്ടിൽ ഇതിനു മുമ്പ് വന്നത് അവിടെ ഒരു മരണം നടന്നപ്പോഴാണ് ഇവിടെ വന്നിരുന്നത്. ആ മരണത്തിന്റെ ചടങ്ങാണ് ഇന്ന് നടക്കേണ്ടിയിരുന്നത്. എന്തായാലും ഇത് തന്നെയാണ് നേരത്തെ നമ്മൾ നാട്ടുകാരൊക്കെ വിശദീകരിച്ച കാര്യങ്ങൾ തന്നെയാണ് MLAയും വ്യക്തമാക്കുന്നത്.